ജൂൺ 1-ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമാ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി താരസംഘടന അമ്മ. പ്രതിഫലം കുറയ്ക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യത്തിൽ തുറന്ന ചർച്ചയാകാം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അമ്മയുടെ യോഗം കൊച്ചിയിൽ തുടരുകയാണ്. നിർമ്മാതാക്കളുടെ സംഘടന ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യ പ്രതികരണവും ചർച്ച ചെയ്യും. ഫിലിം ചേംബറിന്റെ യോഗവും കൊച്ചിയിൽ ചേരുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്നു. നവമി, തുറന്ന ചർച്ചയാകാം എന്നുള്ള ഒരു നിർദ്ദേശം വെക്കുന്നത് അത് ഏത് തരത്തിലാണ്? ഇതിനകത്ത് കൂടുതൽ ചർച്ചകൾ അമ്മയുടെ യോഗത്തിൽ മാത്രം നടന്നാൽ മതി, അതോ മറ്റ് എല്ലാ സംഘടനകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു യോഗത്തിൽ ചർച്ചയാകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയല്ലേ അമ്മ വെക്കേണ്ടത്? അതാണോ വെക്കുന്നത്? അപർണ, ഇപ്പോൾ യോഗം അവസാനിച്ച് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തത്. അതിലൊന്ന് ഈ വേതനം, ഇവർക്ക് ലഭിക്കുന്ന വേതനം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്ന് ചർച്ച ചെയ്തിരുന്നത്. അതിനൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു നിർദ്ദേശമാണ് അമ്മ സംഘടന ഇന്ന് ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊന്ന്, ഈ ജൂൺ 1-ന് തീരുമാനിച്ചിരിക്കുന്ന സിനിമാ സംഘടനകളുടെ ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു. അതിൽ ഒരു പിന്തുണയ്ക്കുന്നില്ല, അതായത് ആ ഒരു തീരുമാനത്തോട് പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെ അമ്മ പറയുന്ന സാഹചര്യമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. മറ്റൊന്ന്, ഈ ഫിലിം ചേംബറിന്റെ യോഗം അത് ആരംഭിച്ചിട്ടുണ്ട്. 1 മണിയോടുകൂടി ഫിലിം ചേംബർ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അതിന്റെ വിശദീകരണം അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊഡ്യൂസേഴ്സ് പറയുന്ന ഈ ഒരു തീരുമാനത്തോട്, അല്ലെങ്കിൽ ഈ ഒരു സമരത്തോട് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ ഈ ഫിലിം ചേംബറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പത്രസമ്മേളനമായിരിക്കും 1 മണിക്ക് നടക്കുക. മറ്റൊന്ന്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വൈകുന്നേരം യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ സുരേഷ് കുമാർ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അന്ന് സുരേഷ് കുമാറിന്റെ പരാമർശങ്ങൾ അതായിരുന്നു പിന്നീട് വലിയൊരു വിവാദങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. അതോടൊപ്പം സുരേഷ് കുമാറിനെ തള്ളിക്കൊണ്ട് ആന്റണി പെരുമ്പാവൂരും പിന്നീട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ പ്രൊഡ്യൂസർമാർക്കിടയിൽ തന്നെ വലിയ തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന യോഗം നിർണായകമാകുന്നത്. എന്തായാലും ഇപ്പോൾ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ യോഗത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ശമ്പളം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ അപ്പോഴും പറയുന്നത് അമ്മ ഒരു സംഘടനയാണ്. അതിൽ ഈ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തീരുമാനമെടുക്കാൻ ഈ സംഘടനയ്ക്ക് അനുമതിയില്ല. കാരണം അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഈ നടന്മാരായാലും നടിമാരായാലും ഈ താരങ്ങൾ അവരുടെ തീരുമാനം വ്യക്തിപരമാണ്. അതിൽ ഒരു തീരുമാനം എടുക്കുവാനോ അല്ലെങ്കിൽ അത് ഒരു അഭിപ്രായം പറയുവാനോ സംഘടനയ്ക്ക് അവകാശമില്ല എന്നുകൂടിയായിരുന്നു ഇതിനു മുൻപുള്ള അമ്മയുടെ നിലപാട്. ആ നിലപാട് തന്നെയായിരിക്കും ഇനിയും ആവർത്തിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും യോഗം അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ യോഗ തീരുമാനം എന്നതിലുള്ള കൂടുതൽ വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് നമുക്ക് ലഭ്യമാകും. സംഘടന തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ എന്താണ് യോഗത്തിന്റെ തീരുമാനം എന്നുള്ളത് അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാവിലെ ചേർന്ന അടിയന്തര യോഗമായിരുന്നു. ആ യോഗത്തിൽ കൊച്ചിയിലുള്ള താരങ്ങളെല്ലാം തന്നെ പങ്കെടുക്കണം, അല്ലെങ്കിൽ എത്താൻ സാധിക്കുന്നവരൊക്കെ എത്തണം എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മോഹൻലാൽ, സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങൾ ഇവിടെ എത്തുകയും ഈ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ വേതനം കുറയ്ക്കുന്നതും ഒപ്പം ഈ പ്രൊഡ്യൂസർമാരുടെ സമരം, ഈ രണ്ട് കാര്യങ്ങളിലായിരുന്നു പ്രധാനമായും ഇന്നത്തെ യോഗം ചർച്ച ചെയ്തത്. ആ ചർച്ചയ്ക്ക് ശേഷം എന്താണ് ഇപ്പോൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. അതായത് ഈ വേതനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതിലൊരു താൽക്കാലികമായി, അല്ലെങ്കിൽ അങ്ങനെ വേതനം കുറയ്ക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് പ്രൊഡ്യൂസർമാരുടെ നിലപാടുകളോട് ഏത് തരത്തിലുള്ളൊരു മറുപടിയാണ് പറയുക എന്നതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സമരത്തോട് പിന്തുണയില്ല, ഈ അമ്മ സംഘടന ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപർണ, ഇതിനകത്ത് ജി സുരേഷ് കുമാർ ഒരു കാരണവശാലും നിലപാടിൽ നിന്ന് മാറുകയില്ല. ഇത് എത്ര വലിയ വിമർശനമാണെങ്കിലും സുരേഷ് കുമാർ ഇതിനകത്ത് നിലപാടിൽ നിന്ന് മാറില്ല എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണോ സ്ഥിരീകരിക്കേണ്ടത്?
അങ്ങനെ തന്നെയാണ് അപർണ. സുരേഷ് കുമാർ ഈ പറയുന്ന നിലപാടിനോട് അതിൽ പൂർണ്ണമായി തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പിന്തുണയുമായി പല പ്രൊഡ്യൂസർമാരും നിർമ്മാതാക്കളും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ അതൃപ്തി. ആന്റണി പെരുമ്പാവൂർ എന്തിനാണ് ഇത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തിയത്, അല്ലെങ്കിൽ അസോസിയേഷനുമായി ഈ ഒരു സംഘടനയുമായി ആലോചിക്കാതെ വ്യക്തിപരമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് എതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്ന നിലപാടിന് എതിരായിട്ടുള്ളൊരു നിലപാട് എന്തിനാണ് സ്വീകരിച്ചത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഈ പ്രൊഡ്യൂസർമാർ തന്നെ ഉന്നയിക്കുന്നത്. ഈ ഫിലിം ചേംബറിലടക്കം പ്രൊഡ്യൂസർമാരുടെ ഈ ഒരു സമരത്തോട് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഡയറക്ടർമാരുടെ സംഘടനയായ ഫെഫ്ക അതിനോട് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല. ഈ സമരത്തിലേക്കില്ല, അല്ലെങ്കിൽ ഈ സമരം ശരിയല്ല എന്നുള്ള നിലപാടാണ് സംവിധായകരുടെ സംഘടനയായ ഫെഫ്ക നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സുരേഷ് പറഞ്ഞ കാര്യങ്ങളോട് അത് ഏത് വിധത്തിലാണ് ഇനി ഫിലിം ചേംബറിന്റെ അല്ലെങ്കിൽ ഈ ഉച്ചയ്ക്ക് ചേരുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ അവർ ഏത് വിധത്തിലായിരിക്കും അവരുടെ നിലപാട് സ്വീകരിക്കുക? ഒപ്പം ഈ അമ്മ ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം കൂടി ഏറെ നിർണായകമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി വിലയിരുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഒപ്പം ആന്റണി പെരുമ്പാവൂർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ലിസിൻ സ്റ്റീഫൻ നേരത്തെ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു, ഈ ആന്റണി പെരുമ്പാവൂരിനെയും സുരേഷ് കുമാറിനെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തും, ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആന്റണി പെരുമ്പാവൂർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചേരുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ യോഗം അത് നിർണായകമാണ്. അമ്മ ഇങ്ങനെ ഈ സമരത്തോട് പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ വേതനവുമായി ബന്ധപ്പെട്ട് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് സമരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു സൂചന പണിമുടക്ക് എന്നാണ് നടത്തേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും അതിലൊക്കെ ഒരു വ്യക്തത വരിക. മറ്റൊന്ന് നമുക്കറിയാം, ലൂസിഫർ അടക്കമുള്ള സിനിമകൾ ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. അത്രയും വലിയ മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമാകുന്ന, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ തരത്തിൽ ഇറങ്ങുന്ന സിനിമയാണ് ലൂസിഫർ ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ റിലീസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സൂചന പണിമുടക്കുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുക. അതൊക്കെ മുൻകൂട്ടിക്കൊണ്ട് തന്നെയാണ് അമ്മ സംഘടനയും ഇതെങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുതന്നെയാണോ ഈ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമ്മ പറയുന്നതിൽ അർത്ഥമാക്കേണ്ടത് എന്നുകൂടിയാണ് നമുക്ക് അറിയേണ്ടത്. അതെന്തായാലും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന യോഗത്തിൽ മാത്രമേ പ്രൊഡ്യൂസർമാരുടെ തുടർന്നുള്ള നിലപാട് ഏത് വിധത്തിലാകും എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഫിലിം ചേംബർ ഇപ്പോഴും പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏതൊക്കെ രീതിയിലേക്കാണ് ഈ സമരവുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന പ്രൊഡ്യൂസർമാർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ അത് ഏത് വിധത്തിലാകുമെന്ന് പ്രൊഡ്യൂസേഴ്സിനെ അറിയിക്കുന്നുണ്ട്. അതിനു മുൻപായി 1 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നും ഫിലിം ചേംബർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രൊഡ്യൂസറുടെ യോഗത്തിൽ ഈ സുരേഷ് കുമാറിന് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ നടത്തിയ പരാമർശങ്ങൾ അതെല്ലാം വളരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് തന്നെ പ്രൊഡ്യൂസർമാർക്ക് പറയുന്ന സാഹചര്യമുണ്ടായി. കാരണം അങ്ങനെ സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് മറ്റു ചില നിർമ്മാതാക്കൾ ഉന്നയിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ളവർ ഈ സുരേഷ് കുമാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വ്യക്തിപരമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. ഇതിലൊരു ഈ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ സൗഹൃദം നശിപ്പിക്കേണ്ട എന്നതുകൊണ്ട് താൻ ഫോൺ എടുത്തില്ല എന്നാണ് സുരേഷ് കുമാർ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടായി പറഞ്ഞത്. ആ ഒരു തരത്തിലേക്ക് വരെ ഈ ഒരു പരസ്യ പോര് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് പ്രൊഡ്യൂസർമാരുടെ ഒരു നിലപാട് അമ്മ സംഘടനയും അല്ലെങ്കിൽ മറ്റു ചില നിർമ്മാതാക്കൾക്കുമൊക്കെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്.